കുഞ്ഞാപ്പോ എന്താ അല്ല എന്താ പല്ലിന് പറ്റി? പല്ല് ഇറച്ചി കൊടുക്കണ പല്ലിമ്മേ. അപ്പൊ എവിടുന്ന വരുന്നേ? ഇജ്ജി വന്നില്ലല്ലേ? എന്താ പറയ്? ഇന്ന് കഴിച്ചുമുത്താത്താന്റെ ഏഴല്ലേ മെച്ച ഏഴല്ലേ? ആടാ ഞാന് പറ്റ മറന്ന്. ഇജ്ജി വന്നില്ല? ഇജ്ജി പറഞ്ഞപ്പോ അനക്ക ഓർക്കെന്താ അനക്ക് നഷ്ടായി ഓരേ നല്ല നിറച്ചികളല്ലേ? നിറച്ച് ബിരിയാണിയും ഇറച്ചിയും അതൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ഇമ്മയും കൂടിയാ പോയത്. ഏതിനടക്കം പോയിട്ട് വേറെ ഇറച്ചി പോന്നു അല്ലേ? പിന്നെ ഏത് ചോറ് കഴിക്കാൻ പോണ്ടേ? കല്യാണത്തിനല്ലല്ലോ? കല്യാണത്തിനല്ലേ ഞങ്ങൾ രാവിലെ പോയി. ഞങ്ങൾ മൊയ്ലുവിനൊക്കെ ഞാൻ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് മോനെ മൊയ്ലുത് കഴിയുമ്പോളേ പായക്ക അലുവ ചായയും കറിയൊക്കെ തന്ന് അതൊക്കെ ഞാൻ കുടിച്ച് നല്ല രസം ഉണ്ടായിരുന്നിട്ടാ ഏയിലന്ന്. എന്നിട്ട് ബിരിയാണിയൊക്കെ തിന്നിട്ടാ. എന്നിട്ട് ഇമ്മ പെണ്ണുങ്ങളവിടെ പോയിരുന്നില്ലേ? ഇമ്മ പെണ്ണുങ്ങൾ അവിടെ എല്ലാം നിക്ക. അപ്പൊ ഞാനും ഉമ്മാന്റെ അടുത്തേക്ക് പോയിരുന്നു കസാലയം വരുന്നിട്ടാ. അപ്പൊ എല്ലാരും ഒരു താത്തൊക്കെ എന്താ ഇത് ഇവിടെ അവിടെ പോയിക്കുന്നു. അപ്പൊ ഓരോരുത്തർ താത്ത പറഞ്ഞു ഓൻ അവിടെ നോട്ടെ കുഞ്ഞാപ്പാണ് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആരൊക്കെ വെറുതെ ഞാനൊന്നും മെയിന് ഉണ്ടാക്കിയില്ല. അപ്പൊ മോനെ ഇമ്മയും ഓരോക്കെ വർത്താനം കൊണ്ട് വർത്താനം എന്താ പറഞ്ഞത്? കഴിച്ചുമുത്താത്തല്ലേ? കഴിച്ചുമുത്താത്താനെ പറ്റി പറയേന്. കഴിച്ചുമുത്താത്താനെ പറ്റി മരിച്ചാലും വെറുതെ വിടൂലല്ലേ? വെറുതെ വിടല്ല, ഒരു കാര്യവർത്താനം പറയേന്. ഞാനൊക്കെ കേട്ട്. ഉമ്മ പറയാണ് ഓരോടൊക്കെ അവിടെ കുറെ താത്താരുണ്ട്. അവരോടൊക്കെ പറയാ ഇത്രയും പാവപ്പെട്ട ഒരു കഴിമുത്താത്ത ഉണ്ടായിട്ടില്ല. ആര് എന്ത് വന്നാലും കൊടുക്കും. മക്കള് തട്ടി കളിക്കും. ഇപ്പൊ മോന്റെ അടുത്താണ് മരിച്ചിരിക്കണത്. മക്കൾ അങ്ങോട്ട് തട്ടി കളിക്കായിരുന്നു. അങ്ങോട്ട് തട്ടും ഇങ്ങോട്ട് തട്ടും നല്ല ഇതായിരുന്നു. കഴിമുത്താത്ത കരിമുത്താത്താന്റെ മാപ്പിള ഉണ്ടല്ലോ എന്താണ് അസർഫാക്കെ. ഓരൊക്കെ ഉള്ള കാലത്ത് കഴിമുത്താത്ത എങ്ങനെ കഴിഞ്ഞതാണ്. കല്യാണം കഴിച്ചു കൊടുത്ത് മക്കൾക്ക് കല്യാണം കഴിച്ച് പെൺകുട്ടികളെ കെട്ടി പെണ്ണെന്നല്ലോളൂ. പെണ്ണിനും കെട്ടിച്ച് രണ്ടാണുങ്ങളല്ലേ. അങ്ങനെ എന്നോട് പറയാം കൊറേ പെണ്ണിന്റെ അടുത്ത് കരിമുത്താത്ത ഇവിടെ നിക്കൂല. പെണ്ണ് ശരിയല്ല, പെണ്ണോട് ശരിയല്ല, പെണ്ണേത്ത് ശരിയല്ല. പെണ്ണേത്ത് കുറച്ച് കഴിഞ്ഞ മറ്റവൻ്റെ അടുക്ക് പറഞ്ഞേക്കും. ആലീസ് ഇവിടെ നിക്കുമ്പോ പറയത്ര ഇമ്മ അവര് വന്നാ ഒരുത്തര അസർഫ് തന്നെ. ആ ചെക്കന്റെ പേരെന്താടാ? മകന്റെ അല്ലേ? മറ്റേക്കന്റെ മൂത്തേക്കന്റെ പേര് അറിയില്ല. ഒന്നിന്റെ പേര് മൂന്നാളെ വിളിക്ക മുസ്തഫാന്റെ ഉമ്മ. കുറച്ച് മുസ്തഫാന്റെ അവിടെയും പോയിന്നോളി. നിങ്ങൾ ഇങ്ങനെ നിന്ന് ഓരോരോ ആലോചന വിളിക്കുള്ളൂ നിങ്ങക്ക്. ഞാൻ പോവാൻ വേണ്ടി പറയില്ലട്ടമ്മ. ഏതാ മരിയോളായ സൂത്രം എന്നറിയാ ഉമ്മ പറയണ അവിടെ. ഞാൻ നിങ്ങൾ പോവാൻ വേണ്ടി പറയല്ല. ഇനി നിങ്ങൾക്കൊരു ഇത് വേണ്ടല്ലോ വെച്ച് നിങ്ങൾ ഇനി മുസ്തഫാന്റെ അവിടെയും പോയിന്നോളി. അങ്ങനെ മുസ്തഫാന്റെ അവിടെ പോകും. അപ്പൊ അവരോട് ചോദിക്കാത്ര എല്ലാ എന്താ എന്റെ അമ്മായിമ്മ പോയിന്ന് ചോദിക്കുമ്പോ അത്ര ഇമാക്ക് ഇവിടെ ഞാൻ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. ഞാൻ നോക്കണ പോലെ ആരും നോക്കൂല. ഇനിയിപ്പൊ മുസ്തഫാന്റെ അവിടേക്കാണ് എഴുന്നേ കേൾക്കുന്നത്. മുസ്തഫാന്റെ ഭാര്യ ഓളങ്ങക്ക് അറിയില്ലേ? ഓളെ ഏതാ സാധനം. അങ്ങനെ മോളെ കൊറേ അവിടെ പോയിക്കോ തള്ള പാവാണ് കേട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിക്കുന്നല്ലേ? അങ്ങോട്ട് തട്ടുള്ളൂ. അങ്ങനെ മോള് കൊണ്ടേന്ന് മോള് നോക്കൂ. മോള് നോക്കിട്ട് പിന്നെ മോൾക്ക് അങ്ങനെ വർക്കിന് പോവാനൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ ഉമ്മ ഇങ്ങനെ ആക്കുമ്പോള് മോളോ മരോളോ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. മക്കൾക്കൊക്കെ പോകണ്ടേ. ഈ തള്ള അറിയുന്ന മോളെ ഞാന് അവിടെ പോയിക്കാന്ന്. അങ്ങനെ പിന്നെ ഇങ്ങോട്ടും വന്ന് വെച്ചാതായിട്ട് കൊറേ മോളെന്നെ കൊണ്ടുപോയി നോക്കിയിരുന്നത്. പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കേന്. പെണ്ണുങ്ങളെ ബാക്കിയുള്ളവരൊക്കെ വന്നില്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്താത്ര മോള് നോക്കിയിരുന്നല്ലേ? മോള് നല്ല ഞാൻ പറഞ്ഞിട്ടിക്കണത്, ഞാനും കേട്ടിക്കണ പറഞ്ഞ മോള് നോക്കിയിരുന്നു. അങ്ങനെ അവസാനായിട്ട് ഈ ചെക്കൻ കൊണ്ടുന്നതാണ് ഇങ്ങോട്ട് ഉമ്മാക്ക് വെച്ചാതായപ്പോ. അങ്ങനെ എന്താ കരിമുത്താത്ത മെച്ചി വെച്ചാതൊക്കെ ആയിട്ടാണ് മെച്ചി. ചിലവർക്ക് മരിച്ചാലേ പേരുള്ളൂ, എല്ലാവർക്കും ചിലവർക്ക് മരിക്കും. അങ്ങനൊക്കെ ഒരു പറഞ്ഞ മനസ്സിലായി. ഇമ്മ അവിടെ ഇത്തിന്താത്താന്ന് പറഞ്ഞു ഞാൻ കേട്ടി. ഇമ്മ അറിയാലോ ചിലവരെ വില അറിഞ്ഞെങ്കിൽ മരിക്കണം. അതല്ലേ? വില അല്ല ഇപ്പൊ പറയാലോ. ജീവിച്ചിരിക്കുമ്പോ ഒരു വില ഉണ്ടാവില്ല. ആ വില അല്ല ഇത്തിന്താത്താണ് ഇമ്മ പറഞ്ഞാൽ കേട്ടല്ല. ഇമ്മ ചോറ് നിന്നിട്ട് കുറ്റം പറയണ എന്റെ ഉമ്മ. അതാണ് പറഞ്ഞു മരിച്ചിട്ടും വെറുതെ വിടണില്ലാന്ന്. ഇത്തിന്താത്താനോട് പറയാം എന്താ കുറ്റ
ഇപ്പൊ കുറച്ച് മൊയ്ലൂദ് കഴിക്കല് ഇപ്പൊ കുറച്ച് എന്താണ് അങ്ങനെ കഴിക്കല് ഇങ്ങനെ കഴിക്കത് ആ തള്ളനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കരുത് എന്താ തട്ടി കളിക്കലേന്ന് വൈകണ കാലത്താരും നോക്കില്ല മക്കള് എന്താ പാട് ചെന്ന പാട് മാനോട് ഇവത്താ കേറിയും ഇരിക്കി മാരെ വലിയ കല്യാണത്തിന് വന്ന മാരെ പെണ്ണുങ്ങളെ കാട്ടിക്കുട്ടിലിന്ന് ജീവിച്ചിരിക്കുമ്പോഴല്ലേ സ്നേഹം കൊടുക്കണ്ടത് കുഞ്ഞപ്പോ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് സ്നേഹം കൊടുത്തിട്ട് എന്താ കാര്യം അതൊക്കെ അറിയില്ല ഞാൻ ചോറ് കഴിച്ചു വെള്ളം നച്ച് ചോറ് കഴിച്ചു എനിക്കൊന്നും അറിയില്ലല്ലേ ഇനി ഓരോ എന്തൊക്കെ വർത്താനാണ് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ പന്തട്ടണമായി തട്ടിണ്ടാവും മുസ്തഫാന്റെ മൊബൈലുണ്ട് ആ അമ്മാന്റെ ഫോട്ടം വെച്ച് അപ്പൊ ഉമ്മ പറയും ഇപ്പൊ ആൾക്കാർക്ക് ഉണ്ട് ഫേസ്ബുക്കിലും കൊടുക്കും സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് മരിച്ചു കഴിഞ്ഞ ഫോട്ടോ വെക്കും അതിന്റെ മുന്നേ ഒരു ഫോട്ടോ ഒന്നും വെക്കൂല ഒരു പറഞ്ഞു അറിയും എത്ര നല്ലൊരാൾക്കാരായിരുന്നു ഇങ്ങനത്തെ ഒരാൾക്കാരെ കണ്ടിട്ടില്ല മരിച്ചു കഴിഞ്ഞാൽ അമ്മ അറിയാം കഴിഞ്ഞാലൊക്കെ ചുങ്ക പൊന്തോളൂ അതിന്റെ മുന്നേ ഒന്നും പൊന്തു ഞാനും പറഞ്ഞത് ഇങ്ങനെ ചാടി വരുന്നേ ഞാനിങ്ങനെ എളുപ്പമായിക്കോട്ടെ വന്നാടാ കതിമുത്താത്താനെ കണ്ടു എന്താണ് അവരെ പേര് അവരെ കണ്ടിട്ട് വർത്താനം പറയും ഓരോ കണ്ടി കുറച്ച് വർത്താനം പറഞ്ഞു ഇന്ന് വർത്താനം പറഞ്ഞു അവരെ കട്ടൻ ചായ കുടിച്ചിട്ട് പോകാന്ന് വെച്ച തിന്നാൻ വെച്ചാലേ വയറ് നിറയും ചെയ്ത് ഈ അച്ഛൻ്റെ ഒക്കെ കുത്തും ചെയ്ത് എല്ലാം കുറച്ചൊക്കെ തിന്നണേ ഉള്ള കൂടി കരിക്കഞ്ഞില്ല അപ്പൊ കല്യാണത്തിന് പോവാണെങ്കിൽ എങ്ങനെ തിന്നും ഏന് പോയിട്ട് എങ്ങനെ തിന്നുന്നുണ്ട് 2-3 ക്ലാസ് കുടിച്ചിട്ടോളടാ കുടിക്കാൻ പറ്റില്ല എന്നാ ആയിക്കോട്ടെ ഞാൻ പോട്ടെടാ എന്നാ പോയിക്കോ കുഞ്ഞപ്പോ ഞാൻ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അതിനും പോണം എന്താ ഇപ്പൊ വെറുതെ ഇങ്ങനെ നടന്നിട്ട് കല്യാണം എന്തായാലും എന്റെ ഗജ്ജിനില്ല മറ്റവരൊക്കെ ചോറൊക്കെ തിന്നു എന്നായിക്കോട്ടെ